വർഷങ്ങളുടെ പാരമ്പര്യവും തലസ്ഥാനത്തിൻ്റെ രുചിപ്പെരുമയും പേർന്ന ഒരു മുത്തശ്ശി ബേക്കറി പുളിമൂട് നിന്നും വിട പറയുകയാണ്. പഴയകാലത്ത് ഒരുപാട് പ്രമുഖർക്ക് പ്രിയമേറിയ ശാന്ത ബേക്കറി. പോയ കാലത്തെ മധുരമേറിയ ഓർമ്മകളാണ് ഇന്നും ഇവിടെയുള്ളവർക്ക് പങ്കുവെക്കാനുള്ളത്. നഗരഹൃദയത്തിൽ ഭരണസിരാ കേന്ദ്രത്തിന് തൊട്ടരികെ ഒരു അടയാളപ്പെടുത്തലായ ശാന്ത ബേക്കറി. തലമുറകൾ കൈമാറി വന്ന ചരിത്രവുമായി ഈ സ്ഥാപനം ഇനി ഓർമ്മയാകുകയാണ്. എൺപത്തിനാല് വർഷങ്ങളായി തലസ്ഥാന നഗരിയിലെ പുളിമൂട്ടിൽ ശാന്ത ബേക്കറിയുണ്ട്. രുചിയേറിയ കേക്കുകളും ക്രീം ബന്നും ചോക്ലേറ്റുകളുമൊക്കെ മാടി വിളിച്ചിരുന്ന ഇടം. പുതുവത്സരത്തിന് പിന്നാലെ കണ്ണീരോടെയുള്ള വാക്കുകൾ എഴുതി വെച്ചാണ് ഈ മുത്തശ്ശി ബേക്കറി വിട ചൊല്ലുന്നത്. ഈ കട തുടങ്ങുന്നത് 1940-ലാണ്. ഞങ്ങൾ തലശ്ശേരിക്കാരാണ്. അവിടുന്ന് വന്ന് ഇവിടെ ആദ്യം ഇവിടെ ഉണ്ടായിരുന്നത് എൻ്റെ അച്ഛൻ്റെ അളിയനായിരുന്നു. പിന്നെ അളിയൻ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അച്ഛനെ ഏൽപ്പിച്ചു. ഗുഡ് ബൈ പറഞ്ഞാലും എൻ്റെ മനസ്സൊന്നും ഇത് പോവില്ലല്ലോ. ഞങ്ങളിവിടെ പറയില്ല, കല്ലമ്പൻകോവിലിൻ്റെ സൈഡിലുള്ള മുടുക്കിലായിരുന്നു നമ്മുടെ വീട്, കുടുംബം ഇവിടെ അവിടെയായിരുന്നു. അവിടെയാണ് കളിച്ച് വളർന്നതും. പുളിമൂടെന്ന് പറഞ്ഞാൽ പഴയ കുറേ കടകളുണ്ടല്ലോ, അതിലൊന്ന് നമ്മളാണ്. ചില ആൾക്കാർ പറയും കട അവരതാണ്, നമ്മൾ നടത്തിപ്പോയാൽ ആ രീതിയിൽ സംസാരിക്കുന്നത്. കടയുടെ ഒരു ഇൻറ്റിമസി ഉണ്ട്. സംസ്ഥാനത്ത് ആദ്യ ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കിയ തലശ്ശേരിയിലെ മാമ്പള്ളി ബാപ്പുവിന്റെ തലമുറക്കാരാണ് ശാന്ത ബേക്കറിക്ക് പിന്നിലും. ഇപ്പോൾ പഴയകാല ക്രിക്കറ്റർ കൂടിയായ പ്രേംനാഥാണ് ബേക്കറി നോക്കി നടത്തുന്നത്. മുൻപ് അച്ഛൻ PM കൃഷ്ണനായിരുന്നു ബേക്കറി ഉടമ. കായിക താരങ്ങൾ തുടങ്ങി EMS, AKG, VV ഗിരി, സത്യൻ, ശിവാജി ഗണേശൻ ഇവരൊക്കെ ശാന്ത ബേക്കറിയുടെ രുചിപ്പെരുമയറിഞ്ഞ പ്രമുഖരിൽ ചിലർ മാത്രമാണ്. ഈ തലശ്ശേരിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പം ബേക്കറിയുടെ കൂടെ ക്രിക്കറ്റും കൂടെ കൊണ്ടുവന്നതാണ്. പഴയ കേരളയുടെ ഒരുവിധമുള്ള എല്ലാ പ്ലെയേഴ്സും ശ്രീലങ്കയിൽ നിന്ന് കുറച്ച് പ്ലെയേഴ്സ് വന്നിരുന്നു. ഇനി നടത്തിക്കൊണ്ടുപോകാൻ ആളില്ലാത്തതും ആരോഗ്യ പ്രശ്നങ്ങളുമാണ് ഈ വിട ചൊല്ലലിന് കാരണം. നിങ്ങൾ ചിലപ്പോൾ ഞാൻ നടക്കുന്നത് കണ്ടു കാണും. എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, എൻ്റെ വൈഫിനും ഉണ്ട്. പിന്നെ അടുത്ത ജനറേഷന് ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ ചേട്ടന്മാരെ മക്കൾക്കും ആർക്കും ഇത് വലിയൊരു താല്പര്യം കണ്ടില്ല. ആരെങ്കിലുമൊക്കെ നമ്മൾ അറിയുന്നത് ശാന്ത ബേക്കറിയുടെ പേരിലും പിന്നെ കുറേ ക്രിക്കറ്റിൻ്റെ പേരിലും. ഇനി അവസാന ദിവസമൊക്കെ എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല. പൊതുവേ ഞാൻ ഇങ്ങനത്തെ ഇതൊക്കെ ഉള്ളിൽ ഒതുക്കുന്ന ഒരാളാണ്. പക്ഷെ എന്നാലും പഴയതുപോലെ ഇമോഷൻസ് ഇപ്പം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പ്രായത്തിൻ്റെ കൊണ്ടായിരിക്കും. ഒരു കാലത്ത് പ്രഗത്ഭരായ രാഷ്ട്രീയക്കാരും സാഹിത്യകാരന്മാരും സിനിമാക്കാരും അതോടൊപ്പം തന്നെ കായിക രംഗത്തെ പ്രമുഖരുമൊക്കെ ഇരുന്ന് മധുരം കഴിച്ച കസേരയാണിത്. ഈ കസേരയും ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇവിടെ കുട്ടിക്കാലം മുതൽ സ്ഥിരമായി എത്തുന്നവരുണ്ട്. ആ രുചിയറിഞ്ഞവരൊക്കെ എവിടെയായിരുന്നാലും തിരുവനന്തപുരത്തെത്തുമ്പോൾ പതിവ് തെറ്റിക്കില്ല. എൻ്റെ അപ്പൂപ്പൻ്റെ സമയത്തുള്ള ഷോപ്പാണ്. അവിടെ ബൺസ്, പിന്നെ ചിക്കൻ കട്ട്ലറ്റ്, കേക്ക്സ് ഒക്കെ പഴയ മെമ്മറീസ് ഉണ്ട്. അവർക്ക് മക്കളില്ല, അതുകൊണ്ട് നെക്സ്റ്റ് ജനറേഷൻ അതിനെ കൊണ്ടുപോകാൻ സാധ്യതയില്ല. ഐ ഹോപ്പ് ഹി ലിവ്സ് ലോങ് ആൻഡ് ഫോർ ദ നെക്സ്റ്റ് 20-30 years ഓൾസോ അത് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഒരു ശാന്ത ബേക്കറി കൈവാക്കിന് സാധന സാമഗ്രികൾ ലഭിക്കുമായിരുന്ന ഒരു ബേക്കറി എന്നേക്കുമായി ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ നിർത്തിക്കളയുന്നു എന്ന് പറയുമ്പോൾ വളരെ വിഷമം തോന്നുന്നുണ്ട്. ആ വിഷമത്തിന് ഒരു പരിഹാരമില്ല. കാരണം ശാന്തയ്ക്ക് പകരം ശാന്ത ബേക്കറി മാത്രമേ ഉള്ളൂ, മറ്റൊരു ബേക്കറി ഇല്ല. നഗരത്തിലെ ട്രാഫിക് ഗാർഡന്മാരുടെയും പ്രിയപ്പെട്ടൊരിടമായിരുന്നു ഇവിടം. പോകുന്നതിൽ നല്ല വിഷമമുണ്ട്. അത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്നുവെച്ചാൽ നമ്മുടെ ഒരു വീട് മാറി പോകുന്നത് പോലുള്ളൊരു ഫീല് തോന്നുന്നുണ്ട്. എന്നുവെച്ചാൽ അത്രയും ഫുൾ സ്വാതന്ത്ര്യമായിരുന്നു. നമ്മുടെ സ്വന്തം സ്ഥാപനം പോലെയായിരുന്നു ഇത്രയും നാളും. ശാന്ത ബേക്കറിയുടെ കവടിയാറിലെ ബ്രാഞ്ച് വർഷങ്ങൾക്ക് മുൻപ് അടച്ചിരുന്നു. ഇനി വഴുതക്കാടിലെ ബേക്കറി മാത്രം നിലനിർത്താനാണ് തീരുമാനം. പുളിമൂട്ടിലെ റോഡരികിൽ ഇനി ആ മധുരഗന്ധമുണ്ടാകില്ലെങ്കിലും ശാന്ത ബേക്കറി എന്നും അനന്തപുരിയുടെ ചരിത്രത്താളുകളിലൂടെ ഓർമ്മിക്കപ്പെടും. 8 പതിറ്റാണ്ടിലധികമായി ഒരുപാട് പേരുടെ നാവിനും മനസ്സിനും മധുരം പകർന്ന പുളിമൂട്ടിലെ ശാന്ത ബേക്കറി ഓർമ്മയാകുകയാണ്. ഏറെ സങ്കടം ഉള്ളിലടക്കി പിടിച്ചാണ് ഇവിടെയുള്ളവരും വിട ചൊല്ലുന്നത്. രഞ്ജിത്ത് മോഹനൊപ്പം M മനോജ്, ജനം, തിരുവനന്തപുരം.